യാത്രയ്ക്ക് റെഡിയാകുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്ന ഒരു കാര്യമാണ് ട്രെയിൻ ടിക്കറ്റ്. ഒരു ടിക്കറ്റ് ലഭിച്ചാൽ നമുക്ക് വളരെ സന്തോഷമാണ്. ഒക്ടോബർ 1 മുതൽ ആധാർ ബന്ധിപ്പിച്ച അക്കൗണ്ടുകൾക്ക് മാത്രമേ ഒരു ട്രെയിനിന്റെ ടിക്കറ്റ് റിസർവേഷൻ ആരംഭിച്ചാൽ ആദ്യ 15 മിനിറ്റിനുള്ളിൽ ബുക്ക് ചെയ്യാനാവുകയുള്ളൂ. വെബ്സൈറ്റ് വഴിയോ ആപ്ലിക്കേഷൻ വഴിയോ ജനറൽ ടിക്കറ്റുകൾ ആദ്യ മിനിറ്റുകൾ റിസർവ് ചെയ്യുന്നതിന് ആധാർ നിർബന്ധമാക്കിയിരിക്കുകയാണ്. ട്രെയിൻ ടിക്കറ്റ് ദുരുപയോഗം തടയുന്നതിനോടൊപ്പം യഥാർത്ഥ ഉപയോക്താക്കൾക്ക് റിസർവേഷൻ സംവിധാനത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണ് ഈ നടപടിയെന്നാണ് റെയിൽവേ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. നിലവിൽ തൽക്കാൽ ബുക്കിംഗിന് മാത്രമേ ആധാർ നിർബന്ധമുള്ളൂ. എന്നാൽ ആഘോഷകാലത്തും മറ്റു സ്പെഷ്യൽ ട്രെയിനുകളിൽ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങുന്ന സമയത്ത് തന്നെ ടിക്കറ്റുകൾ തീരാറുണ്ട്. ഇതിൽ കൃത്രിമം കാണിക്കുന്നത് തടയുക ലക്ഷ്യമിട്ടാണ് ബുക്കിംഗ് നിയമത്തിൽ മാറ്റം കൊണ്ടുവരാൻ സർക്കാർ സംവിധാനം ഒരുങ്ങുന്നത്. അതേസമയം ഇന്ത്യൻ റെയിൽവേയുടെ കമ്പ്യൂട്ടറൈസ്ഡ് PRS കൗണ്ടറുകളിൽ ജനറൽ റിസർവ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള നിലവിലുള്ള രീതി മാറ്റമില്ലാതെ തുടരുകയും ചെയ്യും. അംഗീകൃത റെയിൽവേ ടിക്കറ്റിംഗ് ഏജന്റുമാർക്ക് ആദ്യ ദിവസത്തെ റിസർവ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള നിലവിലെ 10 മിനിറ്റ് നിയന്ത്രണവും മാറ്റങ്ങളൊന്നുമില്ലാതെ തുടരുന്നതിനാൽ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരില്ല. പുതിയ നിയമം എങ്ങനെ പ്രവർത്തിക്കുമെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഒരാൾക്ക് എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് നവംബർ 15-ന് യാത്ര ചെയ്യണമെന്നിരിക്കട്ടെ. ഈ ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് സെപ്റ്റംബർ 16-ന് ആരംഭിക്കും. ഈ സമയം മുതൽ ആധാർ വെരിഫൈ ചെയ്ത IRTC അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയൂ. ആധാർ ഇല്ലാത്തവർക്ക് ഈ 15 മിനിറ്റിനുള്ളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയില്ല. ഈ സമയത്താണ് സാധാരണ ടിക്കറ്റിന് കൂടുതലായി ആവശ്യക്കാരുണ്ടാവുന്നത്. ദീപാവലി, ഛാത് പൂജ, ഹോളി തുടങ്ങിയ പ്രധാന ഉത്സവങ്ങളിലും വിവാഹ സീസണുകളിലും ട്രെയിനിൽ ടിക്കറ്റുകൾക്ക് വലിയ ഡിമാൻഡാണ്. യാത്രയുടെ 60 ദിവസം മുൻപ് ബുക്കിംഗ് ആരംഭിക്കുമ്പോൾ തന്നെ ടിക്കറ്റ് കിട്ടാനായി തിരക്ക് കൂടും. ഇത് തൽക്കാൽ ബുക്കിങ്ങിന് സമാനമായ അവസ്ഥയാണ് ഉണ്ടാക്കുന്നത്. ഈ സമയങ്ങളിൽ ആധാർ അടിസ്ഥാനമാക്കിയുള്ള നിയമം ബുക്കിംഗ് കൂടുതൽ സുതാര്യമാക്കുമെന്നും ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ക്രമക്കേടുകൾ കുറയ്ക്കുമെന്നും ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതാദ്യമായല്ല ആധാർ കാർഡ് ട്രെയിൻ ടിക്കറ്റ് ബുക്കിങ്ങിന് നിർബന്ധമാക്കുന്നത്. നിലവിൽ തൽക്കാൽ ടിക്കറ്റുകൾക്ക് ആധാർ നിർബന്ധമാണ്. ജൂലൈ 1 മുതലാണ് തൽക്കാൽ ടിക്കറ്റ് ബുക്കിങ്ങിന് ആധാർ നിർബന്ധമാക്കിയത്. ആധാർ ഇല്ലാത്തവർക്ക് മൊബൈൽ ആപ്പ് വഴിയും തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയില്ല. ട്രെയിൻ ടിക്കറ്റുകൾ ഉറപ്പാക്കാൻ യാത്രക്കാർ ഒക്ടോബർ 1-ന് മുൻപ് തന്നെ ആധാർ നമ്പർ IRTC അക്കൗണ്ടുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുക. നിലവിലെ നിയമം അനുസരിച്ച് യാത്ര ചെയ്യുന്നതിന് 60 ദിവസം മുൻപ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയും. ജനറൽ റിസർവേഷൻ ബുക്കിംഗ് സാധാരണയായി എല്ലാ ദിവസവും രാത്രി 12:20-നാണ് ആരംഭിക്കുന്നത്. ടിക്കറ്റിന് കൂടുതൽ ഡിമാൻഡുള്ള ആദ്യത്തെ 15 മിനിറ്റാണ് പുതിയ നിയമം ബാധകമാകുന്നത്.